വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബാർസലോണ എസ്പാനിയോളിനെ കാറ്റാലൻ ഡെർബിയിൽ 2 ഗോളിന് തോപ്പിച്ചുകൊണ്ട് ലീഗ് ടൈറ്റിൽ ഒഫീഷ്യലി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയായിരുന്നു റയൽ മാഡ്രിഡിനെ തോപ്പിച്ചപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഡണ്ണാണെന്നുള്ള കാര്യം. ഇപ്പോൾ എന്തായാലും ഒഫീഷ്യലി ബാർസലോണ ലീഗ് വിന്നേഴ്സ് ആയിരിക്കുകയാണ്. വാട്ട് എ സീസൺ ഫോർ ബാർസലോണ. ലീഗിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡൊമസ്റ്റിക്കലി നേടിയൊരു സീസണാണ്. മാത്രമല്ല യൂറോപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഒരു ഫൈനലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അവർ മുൻ സീസണുകളിലേക്ക് അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു ജമ്പാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല മൊത്തത്തിൽ ലോകമെമ്പാടും പേടിക്കുന്ന ഒരു ടീമായിട്ട് മാറാനായിട്ട് ബാർസലോണയ്ക്ക് വീണ്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിനെ 4 തവണ തോപ്പിച്ചു. മാത്രമല്ല അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ സീസണിലും ബയേണിനെ കിട്ടും, ബയേണിനെതിരെ തോപ്പിക്കാൻ പറ്റാറുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന പരിപാടിയും ഈ കൊല്ലം നടന്നു. ഹാൻസി ഫ്ലിക്കാണ് എല്ലാ ക്രെഡിറ്റിനും അർഹിക്കുന്ന ഒരാൾ. പുള്ളിക്കാരൻ ഒരു എലീറ്റ് മാനേജറാണെന്നുള്ള കാര്യം നമുക്ക് സീസണിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹം വരുന്ന സമയത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോയിട്ട്, നാഷണൽ ടീമിലേക്ക് പോയിട്ട് അവിടെ ഒരു സക്സസ്ഫുൾ ആയിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടോ ബയേണിൽ വെച്ച് സംഭവിച്ചത്, അല്ലെങ്കിൽ ബയേണിൻ്റെ ഒപ്പം അവർ സെക്സ്റ്റൂപ്പിൾ അടിച്ചത് അതൊരു ഫ്ലൂക്കായിരുന്നോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഹാൻസി ഫ്ലിക്ക്, ഹീ ഈസ് ദ മാൻ. ഇപ്പം എന്തായാലും പുള്ളിക്കാരൻ ഈ ടീമിനെ ഗാൽവനൈസ് ചെയ്ത് വേറെ ലെവലുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും ലീഗിൽ ഈ ഒരു സീസണിൽ ഒരു സ്മൂത്ത് റൈഡൊന്നും ആയിരുന്നില്ല. അപ്സും ഡൗൺസും ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 12 മത്സരങ്ങളിൽ 11 മത്സരവും ബാർസലോണ ജയിച്ചു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഗോളുകളാണ് അടിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഡിപ്പൊക്കെ സംഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. നവംബർ തൊട്ട് ജനുവരി വരെ ബാർസലോണയുടെ ഫോമിൽ ഡിപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർ 8 മത്സരങ്ങളിൽ 4 പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ 3-ാം സ്ഥാനത്തേക്കൊക്കെ പോയി. അതിനുശേഷം പിന്നീട് വലിയൊരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളതാണ്. പിന്നീട് 16 മത്സരങ്ങളിൽ 46 പോയിന്റുകളൊക്കെ നേടാനും സാധിച്ചു. അതുപോലെ തന്നെ റയലിനെ തോൽപ്പിക്കാനും സാധിച്ചു. ഇപ്പോൾ എന്തായാലും ബാർസലോണയുടെ ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ അവർ 2 ഗോളിന് താഴെ പോയാൽ പോലും 3 തിരിച്ചടിക്കും, അതല്ലെങ്കിൽ എതിരാളികൾ അടിച്ചോട്ടെ നമ്മൾ തിരിച്ചടിച്ചോളാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും ഫ്ലിക്കിന് സാധിച്ചു. അപ്പോൾ എന്തായാലും ഫ്ലിക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്ക് വഹിച്ച പ്ലേയേഴ്സിനെ പറ്റി പറയണം. എല്ലാവർക്കും ഈക്വലി പങ്കുണ്ടെങ്കിലും കുറച്ച് പ്ലേയേഴ്സൊക്കെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്പർ 1 വേറെ ആരും അല്ല, റഫീഞ്ഞനെ കുറിച്ചിട്ടാണ്. ബാലൻഡോർ കണ്ടൻഡറാണ് റഫീഞ്ഞ. ഈ പറയുന്ന ലീഡ്സിൽ ഞാൻ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നത്തെ സീസണിലൊക്കെ ബാർസലോണയിലും കളിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു അന്യായ പ്ലെയർ ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിട്ടില്ല. ഡീസൻറ്റ് പ്ലെയർ, ലീഡ്സിലൊക്കെ വെച്ച സമയത്ത് ഡീസൻറ്റ് പ്ലെയർ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക്, ഒരു എലീറ്റ് ലെവലിലേക്ക് ആളെത്തും എന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. 28-ാമത്തെ വയസ്സിലാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ഒരു ലേറ്റ് ബ്ലൂമറാണെന്ന് പറയാം. 34 ഗോളുകളും 22 അസിസ്റ്റുകളുമാണ് ഇദ്ദേഹം ബാർസലോണയ്ക്ക് വേണ്ടി നേടിയത്. അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഗെയിം ചേഞ്ചിങ് ഗോളുകളും അതുപോലെ തന്നെ അസിസ്റ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിഫ്ലിക്ക് വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ ഒരു ഫുട്ബോളർ എന്ന് പറയുകയാണെങ്കിൽ അത് റഫീഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ കരിയറും അതുപോലെ തന്നെ വേൾഡ് വൈഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് തന്നെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് റഫീഞ്ഞയ്ക്ക് സാധിച്ചു. അതുപോലെ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട ആൾ വേറെ ആരുമല്ല, യമാൽ. ഇന്നലെയും മനോഹരമായിട്ടൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. യമാലിൻ്റെ പ്രകടനത്തെ പറ്റി ഇതൊരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ 17 വയസ്സിൽ മെസ്സിക്കോ റൊണാൾഡോക്കോ ഇതുപോലുള്ള ഔട്ട്പുട്ടോ അല്ലെങ്കിൽ കളിയോ അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ലെവലിലൊക്കെയാണ് യമാൽ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ആൾക്ക് 17 ഗോളും 25 അസിസ്റ്റുമാണ് ഈ ഒരു സീസണിൽ ബാർസലോണയ്ക്ക് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ മെസ്സിയുടെ ഒരു റെക്കോർഡിൻ്റെ തൊട്ടടുത്താന്ന് പറയാം. 2019-20 സീസണിൽ മെസ്സി 27 അസിസ്റ്റുകൾ നേടിയിരുന്നു. അതാണ് ബാർസലോണയ്ക്ക് വേണ്ടി ഒരു സീസണിൽ ഒരു പ്ലെയർ നേടിയ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് 2 ഗോൾ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മെസ്സിയുടെ ഒപ്പം എത്താനായിട്ട് ഈ 17-ാമത്തെ വയസ്സിൽ യമാലിന് സാധിക്കും. അതല്ലെങ്കിൽ ഈവൻ ആ ഒരു റെക്കോർഡും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലാണ് യമാൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൺബിലീവബിൾ ഫുട്ബോളർ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒട്ടും അങ്ങോട്ട് നമുക്ക് എനിക്ക് പേഴ്സണലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൗ ഈസ് ദിസ് ഈവൻ പോസിബിൾ എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരാളെ കുറിച്ച് പറയാനുള്ളത് പെഡ്രിയാണ്. ബാർസലോണയുടെ ഈ സീസണിലെ മിഡ്ഫീൽഡിലെ സെൻറ്റർ പീസ് എന്ന് പറയുന്നത് പെഡ്രിയാണ്. വേൾഡ് ക്ലാസ് പെർഫോമൻസാണ് അദ്ദേഹം ഈ സീസണിൽ കാഴ്ചവെച്ചത്. പെഡ്രിനെ പറ്റി പറയുന്ന പോലെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം പെഡ്രിക്ക് പലപ്പോഴും ഇഞ്ചുറികളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇഞ്ചുറികളൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ബാർസലോണയ്ക്ക് വേണ്ടി 47 മത്സരങ്ങളിലാണ് പെഡ്രി ബൂട്ട് കെട്ടിയത്. അപ്പോൾ അങ്ങനെ
ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണെന്നുള്ളൊരു സംശയവും മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൻഡോസ്കിനെ കുറിച്ചിട്ടാണ്. ലെവൻഡോസ്കി ആണെങ്കിലും കഴിഞ്ഞ സീസണിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചൊരു പ്ലെയറാണ്. പക്ഷേ മൂപ്പരാണെങ്കിലും 50 മത്സരങ്ങളിൽ 40 ഗോൾ നേടാനായിട്ട് ലെവൻഡോസ്കിക്ക് സാധിച്ചു. പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ലെവൻഡോസ്കിയുടെ പങ്കും പറയാതിരിക്കാൻ പറ്റില്ല. ഈ സീസണിലൊരു ബാർസലോണയുടെ അറ്റാക്കിംഗ് ട്രയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വെച്ച ആൾ തന്നെയാണ് ലെവൻഡോസ്കി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ലീഡർഷിപ്പൊക്കെ ബാർസലോണയെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ബാൾഡേനെ കുറിച്ച് പറയണം. ബാൾഡെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ച പ്ലെയറാണ്. നമുക്കറിയാം വളരെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഫുട്ബോളാണ് ഹാൻസി ഫ്ലിക്ക് കളിപ്പിക്കുന്നത്. ഹൈ ലൈനിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഓടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം. അപ്പോൾ ആ ഒരു റോള് ചെയ്തുകൊണ്ടിരുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾഡെ ആയിരുന്നു. ഭയങ്കര റിക്കവറി പേസ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ബാൾഡെ ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ച പ്ലെയറാണ്. അതുപോലെ തന്നെ ഇനീഗോ മാർട്ടിനസ് 32 വയസ്സായ താരമാണ്. അടുത്ത ദിവസം 33 ആവും. ഫ്രീ ഏജൻ്റായിട്ട് വന്നതാണ് അത്ലറ്റിക്കോ ബിൽബാവോയിൽ നിന്ന്. വളരെ വലിയൊരു പിവറ്റൽ റോൾ കളിച്ച ഒരാളാണ്. ഒരു സെൻട്രൽ ബാക്കുകളുടെ ഏരിയയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു ലീഡർഷിപ്പ് ഫിഗർ, അതുപോലെ തന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ എന്തായാലും വേണം. ഏതൊരു ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. യങ്സ്റ്റേഴ്സ് കുറേ പേരുണ്ടാവുമെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള പ്ലെയർ വേണം. അപ്പോൾ അവരെയാണ് ടീം മൊത്തം ആശ്രയിക്കുന്നത് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ച ആളാണ് ഇനീഗോ മാർട്ടിനസ്. അതുപോലെ കുബാർസി ആണെങ്കിലും യമാലിൻ്റെ ഒപ്പം തന്നെ ടീനേജ് സെൻസേഷനാണ്. ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും നല്ല പെർഫോമൻസ് ആണ് കുബാർസിയും കാഴ്ചവെക്കുന്നത്. ഡിഫൻസീവ്ലി വരുമ്പോഴാണെങ്കിലും ആളൊരു ഫൈറ്ററാണ്, അടിപൊളിയായിട്ട് ടാക്കിൾ ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ബാർസലോണയ്ക്ക് ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒത്തിരി യങ്സ്റ്റേഴ്സും ബാർസലോണയിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ദ ട്രജക്ടറീസ് അപ്വേർഡ്സ്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നന്നായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാർസലോണയ്ക്ക് അടുത്ത സീസണിലും ഈ ഒരു മൊമെൻറ്റം തുടരാൻ പറ്റും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.